കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ശബരിമല വിശേഷങ്ങൾ. പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ശബരിമലയും പരിസരവും പരിസ്ഥിതി സൗഹൃദമാക്കാൻ യത്നിക്കാം. ശബരിമലയും പമ്പയും നിലയ്ക്കലും പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതിനാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഈ മേഖലയിൽ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. മാലിന്യങ്ങൾ അവയ്ക്ക് മാത്രമായി വച്ചിട്ടുള്ള വീപ്പകളിൽ നിക്ഷേപിക്കുക. പ്രാഥമിക കർമ്മങ്ങൾക്ക് ശുചിമുറികൾ ഉപയോഗിക്കുക. പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ഈ പുണ്യനദിയുടെ മലിനീകരണത്തിന് ആക്കം കൂട്ടും. ശബരിമലയും പരിസരവും പരിസ്ഥിതി സൗഹൃദമാക്കാൻ യത്നിക്കാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. സ്വാമിയേ ശരണമയ്യപ്പ. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം. ശബരിഗിരീശ്വര സൗഭാഗ്യദായക. മഹാവ്രതകാലത്തിന്റെ ജപതപ പുണ്യം പവിത്ര തീർത്ഥമായി പൊഴിക്കുന്ന ശബരിമല സന്നിധാനം. തീർത്ഥാടനത്തിന്റെ ചരിത്ര വഴികളിൽ നാളിതുവരെ കാണാത്ത തിരക്കാണ് ശബരീശ സവിധത്തിൽ ദർശിക്കാനാകുന്നത്. പണ്ടുകാലത്ത് വൃശ്ചികം 1 വ്രതമാലയണിഞ്ഞ് 41 ദിവസത്തെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ശബരിമല വാഴുന്ന ഭഗവാനെ കണ്ടു തൊഴുന്നതിനായി ഭക്തർ എത്തിയിരുന്നെങ്കിലും കാലമാറ്റങ്ങളിൽ അത്തരം ആചാരത്തിന് പ്രായോഗിക ഭംഗം സംഭവിച്ചു. പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള ദൈവത്തിന് ഇന്ന രൂപമാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. രൂപരഹിതനാണ് ദൈവം. പക്ഷേ മനുഷ്യൻ്റെ പ്രജ്ഞയ്ക്ക്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് വഴങ്ങി വരണമെങ്കിൽ നമ്മൾ രൂപം സങ്കല്പിക്കുന്നു എന്ന് മാത്രം. പക്ഷേ അത് സങ്കല്പമാണ് എന്നും ഈ രൂപത്തിന് അതീതമായിട്ടുള്ള, രൂപാതീതമായിട്ടുള്ള ചൈതന്യത്തെയാണ് ഞാൻ ഉപാസിക്കുന്നത് എന്നുമുള്ള വിചാരത്തോടു കൂടി, ബോധ്യത്തോടു കൂടി നമ്മളൊരു രൂപത്തെ ഉപാസിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഗ്രഹാരാധനയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളിലെ ദൈവചൈതന്യത്തെ ഉണർത്തി ഈ പരമമായിട്ടുള്ള ചൈതന്യവുമായിട്ട് ലയിക്കുക, അത് ഒന്നാണ് എന്ന് അറിയുക, ഏകീഭവിക്കുക. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം. ഇത് ആലപ്പുഴ ജില്ലയിലെ പന്തളത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കെട്ടുകൾ. കാലം ഐതിഹ്യപ്പെരുമയുടെ പഴമ വർണ്ണാഞ്ചിതമാക്കിയ ഈ കോവിലകത്ത് ഭഗവാൻ അയ്യപ്പസ്വാമി തൻ്റെ ബാല്യ കൗമാരങ്ങൾ കഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ പന്തളത്ത് രാജാവ് ശബരിമലയിൽ വിലയം കൊണ്ട ഭഗവാന് സമർപ്പിച്ച തിരുവാഭരണങ്ങൾ പന്തളത്തെ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നു. തനി തങ്കത്തിലും രത്നത്തിലും തീർത്ത അമൂല്യമായ തിരുവാഭരണങ്ങൾ, അഭിഷേകദ്രവ്യങ്ങൾ, ദേവക്കൊടികൾ, തിരുവാഭരണ പേടകങ്ങൾ, മഞ്ചൽ തുടങ്ങിയവ തീർത്ഥാടന കാലത്ത് കൊട്ടാരക്കെട്ടിൽ പ്രദർശിപ്പിച്ചു പോരുന്നു. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണങ്ങൾ കണ്ട് തൊഴുത് മടങ്ങുന്ന തീർത്ഥാടകരുടെ നിരയും നീളുകയാണ്. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം. സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയും പമ്പയും നിലയ്ക്കലും പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതിനാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഈ മേഖലയിൽ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. മാലിന്യങ്ങൾ അവയ്ക്ക് മാത്രമായി വച്ചിട്ടുള്ള വീപ്പകളിൽ നിക്ഷേപിക്കുക. പ്രാഥമിക കർമ്മങ്ങൾക്ക് ശുചിമുറികൾ ഉപയോഗിക്കുക. പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ഈ പുണ്യനദിയുടെ മലിനീകരണത്തിന് ആക്കം കൂട്ടും. ശബരിമലയും പരിസരവും പരിസ്ഥിതി സൗഹൃദമാക്കാൻ യത്നിക്കാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്.
കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ശബരിമല വിശേഷങ്ങൾ. പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ശബരിമലയും പരിസരവും പരിസ്ഥിതി സൗഹൃദമാക്കാൻ യത്നിക്കാം.